അപ്പം നാളത്തെ ഒരു യൂറോ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഒരു ഡൗൺവേർഡ് പുഷാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് മാർക്കറ്റ് സ്റ്റേസ് ബിലോ ദിസ് ലൈൻ, അതായത് ഈ സ്വിങ്ങിൻ്റെ താഴെയാണെങ്കിൽ ദർ ആർ വെരി ഹൈ ഓപ്സ് ഫോർ ഇറ്റ് മൂവ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂസ് സ്റ്റേജാണ്. ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി എടുത്തിട്ടും താഴെ വരാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ താഴെ വരാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കയറി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ്സ് സീ, അത് പിന്നെ ഫർദർ കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഒരു സെൽ പ്രഷർ തന്നെയാണ് കാണുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, പിന്നെ ഇത് ഒരു മേജർ ഇതായിട്ട് തോന്നുന്നുണ്ടോ, ക്യാൻഡിലായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ലെറ്റ്സ് ക്യാൻ യു ഡ്രോ ഹിയർ. ഇതിൻ്റെ താഴെ ഈ ഒരു ഏരിയയ്ക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു പുഷ് വരാൻ സാധ്യത ഉണ്ട്. എക്സലറേറ്റ് ആവും ഇതിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ മിഡ് പോയിൻ്റ് താഴത്തേക്ക് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ആവുകയാണെങ്കിൽ. ആൻഡ് ഇവിടെ നിന്ന് കളിച്ച് വോളിയം ക്രിയേറ്റ് ചെയ്യരുത്. ഡിപ്പെൻസ് ഓൺ ദി ആ സമയത്ത് ഉണ്ടാകുന്ന LTF ആക്ഷൻസ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു നിയർ വ്യൂ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. താങ്ക് യു.